ഹലോ, ഇത് ഞാൻ ഇന്നലെ റെസിനായിട്ട് ചെയ്ത് സെറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ഒരു സംഭവമാണ്. ഞാനൊരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് ചെയ്യുന്നതിൻ്റെ എനിബഡി ക്യാൻ ഡു എന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ വളരെ എളുപ്പമാണ്. 2 സൊല്യൂഷൻ വെച്ച് നമ്മൾ ചെയ്യുക. പിന്നെ ഞാനൊരു ഡ്രൈ ഫ്ലവർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി ചെറിയ പീസ് ആയതുകൊണ്ട് അധികം നേരം വേണ്ട ഉണങ്ങാൻ. ലൈക്ക് 24 hours ഇസ് ഇനഫ്. ഞാൻ അപ്പോൾ ഇത് അൺമോൾഡ് ചെയ്യുകയാണ്. ഇത് മോൾഡിൽ നിന്ന് എടുക്കാൻ നോക്കുകയാണ്. അപ്പം ഞാൻ എടുക്കാൻ ട്രൈ ചെയ്യുകയാണ്. ഇത് ആക്ച്വലി നമ്മൾ ചുറ്റിയുള്ള ഭാഗം ഒന്ന് ഇളക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ എളുപ്പമാണ്. ആദ്യമേ മോളിൽ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കുമ്പം നമുക്കറിയാൻ പറ്റും ഒട്ടിപ്പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡ്രൈ ആയിട്ടില്ല എന്നാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ മോളിലൊന്ന് തുറക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒട്ടിപ്പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഡ്രൈ ആയി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇളക്കിയെടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് ചിലത് സ്റ്റിക്കി ആയിരിക്കും. കാരണം ഡ്രൈ ആയിട്ടില്ലെങ്കിൽ ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കും നമ്മുടെ കയ്യിലും കൂടെ. അതാണ് ഞാൻ നോക്കിയത്. ഞാൻ മൊത്തത്തിൽ ഇളക്കി ഇങ്ങനെ ഒന്ന് ചുറ്റി ഒന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഫുള്ളിങ്ങനെ ഇളകി ഇങ്ങനെ പോരും. ഇത് ഡ്രൈ ആയിട്ടുണ്ട് നല്ലപോലെ. ഇത് ആക്ച്വലി 2 പീസായിട്ടാണ്. താഴെയുള്ളത് സെപ്പറേറ്റ് ആയിട്ടും മുകളിലുള്ളത് സെപ്പറേറ്റ് ആയിട്ടുമാണ്. അപ്പോൾ ഇത് കുറച്ച് വലുതാണ്. താഴത്തെ വെച്ച് നോക്കുമ്പോൾ ഇത് ആദ്യമേ ഞാൻ ഇളക്കിയെടുക്കുകയാണ്. കംപ്ലീറ്റ്ലി ഇളകി പോകുന്നു. ക്ലിയർ ആയിട്ടുള്ള ഒരു ഹാർട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാനിത് ആക്ച്വലി എൻ്റെ മോൾക്ക് നേരത്തെ ഒരെണ്ണം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മോളെ എഴുതിപ്പിച്ച അരി സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബീച്ച് തീമിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ജസ്റ്റ് കുറച്ച് ഗ്ലിറ്റേഴ്സും കുറച്ച് സ്റ്റാർ ഗ്ലിറ്റേഴ്സും ഒക്കെ ഇട്ട് ഞാൻ ഒരു ഡ്രൈ ഫ്ലവർ സൈഡിൽ വെച്ച് സിമ്പിളായിട്ട് സെറ്റ് ചെയ്ത ഒരു ഹാർട്ടാണ്. താഴത്തെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഗ്ലിറ്റർ ഇട്ട് കഴിഞ്ഞാലും അത് താഴെ പോയി സെറ്റിലാവും. താഴത്തേത് മാത്രമല്ല മുകളിലത്തെ ഹാർഡ് പോർഷനും അങ്ങനെ തന്നെയാണ്. ബട്ട് നമുക്കത് തിരിച്ചും മറിച്ചും വെക്കാം. ബട്ട് താഴത്തെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അങ്ങനെ സെറ്റിലായി കഴിഞ്ഞാൽ ഇങ്ങനെ മുകളിൽ വന്ന് കിടക്കും. ബട്ട് ദാറ്റ് ഈസ് ഓക്കെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് വെച്ചിട്ടായിരിക്കും ഇതൊരു സ്റ്റാൻഡ് പോലെ വെക്കാനുള്ള ഒരു ഹോൾഡറാണ്. അപ്പം നമ്മൾ തിരിച്ച് വെച്ചിട്ട് അതിലോട്ട് ആ ഹാർട്ട് വെക്കുന്നത്. ഇപ്പം ഞാൻ നേരത്തെ ചെയ്തതിൽ എന്താണെന്ന് വെച്ചാൽ ആ ഹാർട്ട് ഞാൻ ഒരു ഫെവിക്വിക്ക് ഇട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ബിക്കോസ് എൻ്റെ കുഞ്ഞ് ആരെങ്കിലും എടുക്കുമ്പോൾ അത് താഴെ വീണ് പൊട്ടാതിരിക്കാൻ വേണ്ടി. അപ്പം ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഒട്ടിക്കുകയും ചെയ്യാം. എനിക്ക് തോന്നുന്നു ഞാൻ ഇത് ഓൺലൈനിൽ വാങ്ങിച്ച ഒരു മോൾഡാട്ടോ. മീഷോ ആണോ ആമസോൺ ആണോ ഓർക്കുന്നില്ല. 290 390 അങ്ങനെ കണ്ടായിരുന്നു. ബട്ട് മോൾഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വി കൻ ഈവൻ യൂസ് ഇറ്റ് ലേറ്റർ. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ആളുകൾ ഈ മോളിലോട്ട് ഒക്കെ ഇച്ചിരി നമ്മൾ ഡ്രൈ ഫ്ലവർ ഇടുമ്പോഴത്തേക്കിന് പൊങ്ങി വരും. അപ്പോൾ പൊങ്ങി വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചെറിയ പാർട്സ് മുകളിലോട്ട് പൊങ്ങി വരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രൊഫഷണലായിട്ട് ചെയ്യുന്നവരുടെ കയ്യിൽ ഗ്രൈൻഡിങ് മെഷീൻ കാണും. അത് ഫുള്ളൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് മുകളിലൊരു കോട്ടും കൂടി ഇടും. അപ്പോൾ അങ്ങനെയാണ് പ്രൊഫഷണലായിട്ട് ചെയ്യുന്നവർ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ അങ്ങനെയല്ലല്ലോ, നമ്മൾ സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യുന്നതല്ലേ. അങ്ങോട്ട് എൻ്റെ കയ്യിൽ അങ്ങനത്തെ എക്യുപ്മെൻറ്റ്സ് ഒന്നും ഇല്ല, ഞാൻ ട്രൈ ചെയ്തിട്ടുമില്ല. സോ അങ്ങനെയൊക്കെയുണ്ട്. പിന്നെ നമ്മൾ കുത്തി കൊടുക്കുകയാണെങ്കിൽ ഇച്ചിരി അടിയിലോട്ട് പോകും. അങ്ങനെയാണ് ഇച്ചിരി അത് അടിയിലോട്ട് പോയേക്കുന്നത്. പിന്നെ ഞാനിട്ട് ഗ്ലിറ്റേഴ്സും ഹാർട്ട്സും ഒക്കെ മറ്റേ സൈഡിലോട്ട് വന്നിട്ടുണ്ട്. കാരണം താഴെ സെറ്റിലാവുന്നതുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡിലോട്ട് വന്ന് കിടക്കും. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഇതർവൈസ് നമുക്ക് തിരിച്ച് വേണേലും വെക്കാമല്ലോ, എങ്ങനെ വേണേലും വെക്കാം. ഞാൻ ഒരുപാട് കോംപ്ലിക്കേറ്റ് ചെയ്യാതെ കുറച്ച് ക്രിസ്റ്റൽ ക്ലിയറായിട്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു ഹാർട്ടാണ്. കാരണം നേരത്തെ ചെയ്തത് ഞാൻ ഇങ്ങനെ അല്ല ചെയ്തത്. ബ്യൂട്ടിഫുൾ ഒരു പീസാണ്. നമുക്ക് വീട്ടിൽ ഷോ കേസിലോ എവിടെയെങ്കിലുമൊക്കെ വെക്കാം. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇത് പറയുന്ന പോലെ എല്ലാവരും പ്രൊഫഷണൽ ആവണമെന്നില്ല എല്ലാം ചെയ്യാൻ. വി കൻ ഈവൻ ട്രൈ സോ ഇതിൻ്റെ എല്ലാ സാധനങ്ങളും ഞാൻ ഓൺലൈനിലാണ് വാങ്ങിച്ചത്. പിന്നെ ഇത് പറയുന്നത് നമ്മൾ ഗ്ലൗസൊക്കെ ഇട്ട് ചെയ്യണമെന്നാണ്. ലൈക്ക് വി കൻ ഈവൻ ബി വെരി കെയർഫുൾ. ഓക്കെ ബൈ.